ഹായ് ഹലോ. അപ്പം ഞാനും മോളും കൂടിയിട്ടൊരു അടിയന്തര സദ്യ ഉണ്ട് കേട്ടോ. അപ്പം മോൾക്ക് പഠിപ്പില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു ഞാനും മോളും കൂടി രണ്ടുപേരും കൂടി ഒരു അടിയന്തര സദ്യക്ക് പോകാമല്ലോ എന്ന് വെച്ചിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പം ഏട്ടനാണെങ്കിൽ ഇന്ന് വീട്ടിലുണ്ട്, കാരണം ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം അടിക്കണം. അപ്പം അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിനായിട്ട് ഏട്ടൻ ലീവ് എടുത്തിരിക്കുക. അപ്പം ഞാൻ താഴെ വരുമ്പോഴേക്കും മോള് റെഡിയായി അവളുടെ എന്തൊക്കെയോ രീതിയിൽ കോപ്പറേറ്റിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്നെ പണിയിടുന്നത്. അപ്പം മോള് വന്നിട്ടുണ്ടോ, എന്നെ മാത്രം വീഡിയോ എടുക്കാൻ കൂട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ സ്ഥിരം പതിവാണ് കേട്ടോ, ഇറങ്ങുന്ന നേരത്ത് ഈ കാറിൽ നിന്ന് ഈ സുനകളെടുത്ത് അങ്ങോട്ട് തട്ടല് ഇങ്ങോട്ട് തട്ടല്. ഞാൻ എന്നും പറയും നിങ്ങൾക്ക് ഇതന്നെ പണിയുള്ളൂ എന്ന്. അപ്പോൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നടന്നു. പിന്നെ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാൻ 2 ദിവസം മുന്നേ തൃശ്ശൂർ പോയിട്ടൊന്ന് ത്രെഡ് ചെയ്തതാണ്. എൻ്റെ നെറ്റി മൊത്തം പൊട്ടിച്ച് തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഇനി പോവില്ല, അത് വേറെ കാര്യം. പിന്നെ അങ്ങനത്തെ നമ്മൾ നേരെ പോകുന്നത് വരാക്കര അമ്പലത്തിൽ, വരാക്കര അമ്പലത്തിലാണ് നമുക്ക് അടിയന്തര സദ്യ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വരാക്കര അമ്പലം എന്ന് പറയുന്നത് വലിയൊരു അമ്പലമാണ്. പിന്നെ അവിടെ ഒത്തിരി പൂരമൊക്കെ നടക്കുന്നതാണ്. അത് വരാക്കര പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട പൂരമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ദേ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലൊരു ചെറിയ ഹോള് പോലെയുണ്ട്, അവിടെയാണ് കേട്ടോ ഈ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ സദ്യ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കിഷ്ടമുള്ള കറിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതേ മോള് കഴിക്കാനിരുന്നു. ഇനി അവിടെ നിന്ന് നേരെ ഞാനിത് ചോറുണ്ട്, അടപ്രഥമനായിരുന്നു, പായസം ഉണ്ടായിരുന്നത്, അതും മേടിച്ച് നേരെ കാറിലോട്ട് പോവുക. കാറിൽ ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏട്ടൻ വന്നില്ല, ഏട്ടൻ പറഞ്ഞു കുടുംബത്തോടെ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ മോള് മുന്നേ പഠിച്ചതാണ് കേട്ടോ. അതായത് LKG തൊട്ട് എൻ്റെ മോള് 2ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ ഗുരുദേവയിലാണ് പഠിച്ചത്. പിന്നെ അവിടുത്തെ പഠിപ്പ് ഞാൻ പഠിക്കാൻ പോകുന്നവരുടെ ജീവിതത്തിൽ പഠിക്കാൻ പോരുത് പറയും കേട്ടോ അവിടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വരുന്ന വഴിക്ക് ഏട്ടൻ ഇതുവരെ ഈ വഴി കൊണ്ടുപോയിട്ടില്ല, കാരണം ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തെന്ന് പറയും കേട്ടോ അവിടെയുള്ളൊരു, അതായത് ആ ഭാഗത്താണ് നമുക്ക് വെള്ളം ടാങ്ക് വരുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ വെള്ളം ടാങ്കൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഈ ടാങ്കിൽ നിന്നാണ് ഞങ്ങൾക്കുള്ള വെള്ളം വരുന്നത്. അത് കുടിവെള്ളമല്ല, ബാക്കിയുള്ള ആവശ്യത്തിന് കുടിവെള്ളം ഞങ്ങൾ കൊണ്ടുവരികയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് പോകണം. പക്ഷേ വീട്ടിലോട്ട് പോകുന്നേക്ക് മുന്നേ എനിക്ക് എൻ്റെ ഡ്രസ്സ് അടിച്ച് മേടിക്കാനായിട്ട് മിഫി വരെ പോകണം. അപ്പോൾ പിന്നെ എന്നും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ വീട്ടിൽ ചെന്നപ്പോൾ മോളുടെ വക ഒരു കളി. അപ്പം എല്ലാവർക്കും ബായ്.